നമസ്കാരം. ഞാൻ ഗ്ലാർമിന, അക്കാഡമിക് കൗൺസിലർ, ഇഗ്നോ ആർസി കൊച്ചിൻ 1400. ഇന്നത്തെ നമ്മുടെ കോഴ്സ് കോഡ് BPCC 107 സോഷ്യൽ സൈക്കോളജി ആണ്. സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ മൂന്നാമത്തെ ബ്ലോക്ക് ആയ സോഷ്യൽ കോഗ്നിഷൻ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ്. ഇതിൽ യൂണിറ്റ് 5ഉം 6ഉം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇന്നിപ്പോൾ യൂണിറ്റ് 7 ആണ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. ഇൻട്രൊഡക്ഷൻ. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു മലയാളം വാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മനോഭാവം, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഐ ഡു ഓർ ഡോണ്ട് ലൈക്ക് റോഹൻ. എനിക്ക് റോഹനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് റോഹനെ ഇഷ്ടമല്ല. എനിക്ക് ഡോഗ്സ്, പട്ടികൾ പെറ്റായിട്ട് ഇരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഫീലിങ്സ് പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ എനിക്ക് ഫീലിങ്സ് ഉണ്ട്. അപ്പം എനിക്കത് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല, എനിക്ക് അതിനോടൊരു നല്ലൊരു അഭിപ്രായമാണ് അല്ലെങ്കിൽ അല്ല. ഓക്കെ. അതുപോലെ ആനന്ദ് ആസ് എ കോളീഗ് ഹാസ് ആൻ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം. ആനന്ദ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, ആൾക്കൊരു ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സോ ഐ ഫേവർ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഫോർ സെക്ഷൽ ഒഫൻസസ്. ഐ ഫേവർ അറ്റോമിക് നോൺ പ്രൊലിഫറേഷൻ അറ്റ് ദ ഗ്ലോബൽ ലെവൽ. അപ്പം അറ്റോമിക് ആയിട്ടുള്ള വെപ്പൺസ് സൂക്ഷിക്കുന്നതോ അത് നമ്മൾ കരുതുന്നതോ ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഗ്ലോബൽ ലെവലിൽ അത് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിനോട് ഫേവർ ചെയ്യുന്നു. ഓക്കെ. സോ ഇതൊക്കെ കാണിക്കുന്നത് നമ്മളുടെ ഒരു മനോഭാവമാണ്. ഈ പറഞ്ഞ ഓരോ കാര്യത്തിനോടുമുള്ള നമ്മളുടെ മനോഭാവമാണ് കാണിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ മനോഭാവം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ഓരോ മനോഭാവത്തിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില വ്യത്യാസങ്ങൾ, ചേഞ്ചസ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്. എന്താണ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ഗോർഡൺ ആൽപോർട്ട് 1935 പറഞ്ഞതനുസരിച്ച് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെന്റൽ ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ് ഓർഗനൈസ്ഡ് ത്രൂ എക്സ്പീരിയൻസ് എക്സേർട്ടിംഗ് എ ഡിറക്റ്റീവ് or dynamic influence upon the individual's response to all objects and situations with which it is related. Okay. സോ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പല പോർഷൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ മെന്റൽ ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തികച്ചും നമ്മളുടെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. സോ ഇറ്റ്സ് എ പേഴ്സണൽ അഫെയർ ആണ്. അത് വേറൊരു വ്യക്തിക്ക് മെഷർ ചെയ്യാനോ അല്ലയോ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. സോ ഇറ്റ് കനോട്ട് ബി ഒബ്സർവ്ഡ് ഓർ മെഷർഡ് ഡയറക്ട്ലി ബൈ അതർ പീപ്പിൾ. ഓക്കെ. സോ അത് വളരെ നമ്മളുടെ തന്നെ ഒരു വ്യക്തിപരമായ ഒരു കാര്യമാണ്. നമുക്ക് എന്തിനോടെങ്കിലും ഒരു നല്ലത് അല്ലെങ്കിൽ മോശം എന്ന് പറയുന്ന ഒരു അഭിപ്രായം ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവുക എന്നുള്ളത്. അതാണ് ഒരു പോയിന്റ്. അടുത്തത് ആറ്റിറ്റ്യൂഡ്സ് ആർ അക്വയർഡ് ഓർ ഓർഗനൈസ്ഡ് ത്രൂ എക്സ്പീരിയൻസ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഏതിനെ കുറിച്ചുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത് നമ്മളുടെ തന്നെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഓക്കെ. അപ്പൊ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് വേറെ ആളുകളുമായിട്ട് അല്ലെങ്കിൽ വേറെ ഇഷ്യൂസുമായിട്ട് അല്ലെങ്കിൽ വേറെ ഇവന്റ്സ് സിറ്റുവേഷൻസ് ആയിട്ട് കണക്റ്റഡ് ആണല്ലോ നമ്മൾ എക്സ്പീരിയൻസ് ഇരിക്കുന്നത്. സോ ഈ എക്സ്പീരിയൻസ് നമ്മൾ എങ്ങനെ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഉത്ഭവം എന്ന് നമ്മൾ പറയുമ്പം അവിടെ നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വേരിയസ് ഒരുപാട് ആളുകൾ, ഇഷ്യൂസ്, ഇവന്റ്സ്, സിറ്റുവേഷൻസ് ഇതിലെല്ലാം പെട്ടാണ് കിടക്കുന്നത്. സോ അപ്പൊ അതിൽ നമ്മളുടെ ഫാമിലീസിന്റെ ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ചെയ്യാം, അതുപോലെ നൈബർഹുഡിന്റെ, പിയർ ഗ്രൂപ്പിന്റെ, വർക്ക് പ്ലേസിന്റെ, അതുപോലെ ലാർജർ സൊസൈറ്റിയുടെ. അപ്പം ഇവരുടെയൊക്കെ മനോഭാവം നമ്മളുടെ മനോഭാവത്തിനെ എഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഈ ഒരു മനോഭാവം എന്ന് പറയുന്ന കാര്യത്തിന് നമ്മളുടെ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചുറ്റുപാടും എല്ലാം കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. Attitude exerts a directive or dynamic influence upon the individual's response to all objects and situations with which it is related. അപ്പോൾ നമ്മൾക്കൊരു മനോഭാവം ഉണ്ടെങ്കിൽ ആ മനോഭാവത്തിന് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ വ്യക്തിയോടോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനോടോ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനോടോ ഉള്ള ഒരു റെസ്പോൺസ് വരിക. അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ മനോഭാവം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ആ ഒരു റെസ്പോൺസ് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. സോ ദസ് ആറ്റിറ്റ്യൂഡ് ആർ നോട്ട് മിയർലി ഫീലിങ്സ്. അപ്പൊ നമ്മൾക്ക് എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ ഒരു വിശ്വാസമോ ഒന്നുമല്ല, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അതിനനുസരിച്ച് നമ്മളുടെ ഫ്യൂച്ചർ റെസ്പോൺസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ബിഹേവിയറിന് കൂടി ഇത് ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
സോ ആ ഡെഫിനിഷൻ നമ്മളൊന്ന് പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ മെന്റൽ ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ് ഓർഗനൈസ്ഡ് ത്രൂ എക്സ്പീരിയൻസ് exerting a directive or dynamic influence upon the individual's response to all objects and situations with which it is related. സോ അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് അല്ലെ, നമ്മളുടെ ഒരു മനോഭാവമാണ്, നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. നമ്മുടെ ആ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഇവന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മളുടെ ഒരു മനോഭാവം ആണ്, അല്ലെങ്കിൽ മെന്റൽ അല്ലെങ്കിൽ സ്പെസിഫിക് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് നമുക്ക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. സോ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ വിഡോ റീമാരേജ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു തോന്നൽ, അല്ല എനിക്ക് അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിശ്വാസം, വിഡോ റീമാരേജ് നല്ലതാണോ മോശമാണോ എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് നമ്മളുടെ റെസ്പോൺസസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ റെസ്പോൺസസും കാര്യങ്ങളെല്ലാം വരുന്നത് എന്നാണ് പറയാം. സോ ഇറ്റ് റെഫേഴ്സ് ടു ദി ഇൻഡിവിജ്വൽ സ്പെസിഫിക് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഓക്കെ, ദെൻ സ്ട്രക്ചർ ഓഫ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡിന് പല കമ്പോണൻസ് ആണ്. അപ്പൊ ആദ്യത്തെ ഒരു ഇതിന്റെ ഒരു തുടക്കം ജെനസിസ് ആ സമയത്ത് ആറ്റിറ്റ്യൂഡിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം നമുക്ക് ഇതൊരു വൺ ഡയമെൻഷൻ ആയിട്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. അതായത് ഒരു ഒബ്ജക്റ്റിനോടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ നമുക്ക് തോന്നുന്ന ഒരു ഫേവറബിൾ ആയിട്ടോ അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടോ നമുക്ക് ആ രീതിയിൽ നമുക്ക് തോന്നുന്ന ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ നമ്മൾ അതിനോടുള്ള നമ്മളുടെ ഒരു മനോഭാവം എന്നുള്ള രീതിയിൽ ഒറ്റൊരു ഡയമെൻഷൻ ആയിരുന്നു അതിന് വന്നിരുന്നത്. സോ ഇറ്റ് ഈസ് എ ലേൺഡ് പ്രീ ഡിസ്പൊസിഷൻ. അതായത് നമ്മൾ പഠിച്ചെടുത്തതാണ്, അല്ലെ, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്തതാണ്. ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനോട് നമ്മൾ ഫേവർ ചെയ്യണോ അല്ലെങ്കിൽ അൺഫേവർ ചെയ്യണോ എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. സോ അതായിരുന്നു വൺ ഡയമെൻഷണൽ കോൺസെപ്റ്റിൽ പറയുന്നത്. രണ്ടാമത്തേതിൽ ടു ഡയമെൻഷണൽ കോൺസെപ്റ്റ് വന്നു. അപ്പൊ ടു ഡയമെൻഷണൽ കോൺസെപ്റ്റിൽ പറയുന്നത് ആറ്റിറ്റ്യൂഡിന് രണ്ട് കമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്ന് എഫക്റ്റീവ് കമ്പോണന്റും രണ്ട് കോഗ്നിറ്റീവ് കമ്പോണന്റ്. അപ്പൊ കോഗ്നിറ്റീവ് കമ്പോണന്റ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു ബിലീഫ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസം എന്താണ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കോഗ്നിറ്റീവ് കമ്പോണന്റ് വരുന്നത്. അപ്പൊ ഈ വിശ്വാസം എന്താണോ അതാണ് കോഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ബിലീഫ് എന്ന് പറയുന്നത്. അതിനകത്ത് എഫക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് എനിക്ക് അതിനോട് ഒരു ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണോ അതോ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണോ. അപ്പം എനിക്ക് വിഡോ റീമാരേജ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിനോട് ഒരു ഒപ്പീനിയൻ ഉണ്ട്, ഓക്കെ, എനിക്കൊരു ധാരണയുണ്ട്. അപ്പം ഈ ഒരു ധാരണ വെച്ചിട്ട് എനിക്ക് അതിനോടൊരു പോസിറ്റീവ് ഒരു ഫീലിംഗ് ആണോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണോ. എനിക്ക് വിഡോ റീമാരേജിനോട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് ആലോചിക്കുമ്പം എനിക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരാൻ കാരണം എനിക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻസും ബിലീഫ്സും ആണ്. ഓക്കെ, സോ അഫക്റ്റീവ് കമ്പോണന്റ് ആൻഡ് കോഗ്നിറ്റീവ് കമ്പോണന്റ്, ഇങ്ങനെ രണ്ട് കമ്പോണൻസ് വെച്ചിട്ടായിരുന്നു ടു ഡയമെൻഷണൽ കോൺസെപ്റ്റിൽ വന്നത്. അടുത്തത് ത്രീ ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ്. ആ ഒരു ലെവലിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇതിൽ പറയുന്നത് ABC ഓഫ് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. സോ എഫക്റ്റീവ് കമ്പോണന്റ് ഉണ്ട്, കോഗ്നിറ്റീവ് കമ്പോണന്റ് ഉണ്ട് ആൻഡ് ബിഹേവിയറൽ കമ്പോണന്റ്. 3 കമ്പോണൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം എനിക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ആണ് വരുന്നത്. ഈ ഒപ്പീനിയൻ അനുസരിച്ച് എനിക്ക് അതിനോടൊരു ഫേവർ കൊടുക്കണോ, ലൈക്ക് ചെയ്യണോ, ഡിസ്ലൈക്ക് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് വെക്കണോ വേണ്ടയോ, ഓക്കെ, അതാണ് വരുന്നത്. ഇനി ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഞാൻ എന്ത് ബിഹേവിയർ ആണ് കാണിക്കുന്നത്, അതാണ് മൂന്നാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത്. സോ ദിസ് ബിഹേവിയറൽ കമ്പോണന്റ്. അപ്പം എനിക്ക് അതിനോടൊരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ, ഇപ്പം വിഡോ റീമാരേജിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ധാരണയുണ്ട്. ആ ധാരണ അനുസരിച്ച് ഞാൻ അതിനോട് യോജിക്കുന്നു അല്ലെങ്കിൽ വിയോജിക്കുന്നു. അപ്പൊ യോജിപ്പാണെങ്കിൽ ആ യോജിപ്പിനനുസരിച്ച് ഞാൻ എന്തൊക്കെ എൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരുത്തുന്നു, എൻ്റെ ബിഹേവിയറിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നു. സോ എനിക്ക് അതിനോട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്യും. അതുപോലെ വിഡോ റീമാരേജിനെ ഫേവർ ചെയ്തിട്ടുള്ള ലെക്ചേഴ്സ് ഞാൻ കൊടുക്കും. അതിന്റെ ഒരു എക്സ്റ്റെന്റ് വരെ പോകുമ്പോൾ ഈവൻ ഒരു വിഡോയെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കും. ഓക്കെ, അപ്പം അത്രയും എൻ്റെ ബിഹേവിയറൽ കമ്പോണൻസ് കൂടി അതിനകത്ത് വരുന്നു. സോ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എഫക്റ്റീവ് കമ്പോണന്റ് ഉണ്ട്, കോഗ്നിറ്റീവ് കമ്പോണന്റ് ഉണ്ട് ആൻഡ് ബിഹേവിയറൽ കമ്പോണന്റ് ഉണ്ട്. ഓക്കെ, തന്നെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. സോ കോഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസങ്ങൾ, അതാണ് കോഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത്. അടുത്തത്
നെഗറ്റീവ് ഫീലിംഗ് വരും. അപ്പൊ ആ ഇമോഷണൽ കമ്പോണന്റ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ലൈക്ക് ചെയ്യണോ ഡിസ്ലൈക്ക് ചെയ്യണോ എന്നുള്ളത്. ദെൻ അതിനനുസരിച്ച് എൻ്റെ ബിഹേവിയറൽ കമ്പോണന്റ്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ട് ഞാൻ എന്തൊക്കെ എൻ്റെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിനോട് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ ഞാൻ എന്തൊക്കെ എൻ്റെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ബിഹേവിയറൽ കമ്പോണന്റ് വരുന്നത്. അപ്പം ഈ 3 കമ്പോണൻസ് നമുക്കറിയാം: കോഗ്നിറ്റീവ് കമ്പോണന്റ്, എഫക്റ്റീവ് കമ്പോണന്റ്, ബിഹേവിയറൽ കമ്പോണന്റ്. 3ഉം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രോസസ് ആണെങ്കിലും നമുക്കറിയാം ഇത് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ എന്താ ഒരു ഇന്റഗ്രേറ്റഡ് ലെവലിലായിരിക്കും ഇത് ഫംഗ്ഷൻ ചെയ്യുക. അപ്പം എൻ്റെ ചിന്തയ്ക്ക് അനുസരിച്ചിട്ട് എനിക്ക് അതിനോട് ലൈക്കോ ഡിസ്ലൈക്കോ വരുന്നു, അതിനനുസരിച്ച് എൻ്റെ ബിഹേവിയറിൽ വ്യത്യാസം വരുന്നു. അപ്പൊ എനിക്ക് ഡിസ്ലൈക്ക് അല്ലെങ്കിൽ എനിക്ക് ഡിസ്ലൈക്ക് ആണ് എനിക്ക് അതിനോടുള്ളത്, അല്ലെങ്കിൽ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഞാൻ അതിനോട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും കാണിക്കുക. ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ഇൻകോൺഗ്രുവൻസ് വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഓക്കെ, so if a person has a negative attitude towards polythene bags, he or she will search for information supporting his view that polythene bags are dangerous to the environment. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് നമ്മളുടെ ഏതാണോ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അതിനോട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. ആൻഡ് he or she will dislike the consumer goods that are packed in the polythene bags. അപ്പൊ പോളിത്തീൻ ബാഗ്സ് ഇഷ്ടമല്ല, അപ്പൊ അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഞാൻ കളക്ട് ചെയ്യുന്നു. അത് ഡേഞ്ചറസ് ആണ്, എൻവയോൺമെന്റിന് ഡേഞ്ചറസ് ആണെന്നുള്ള ഇൻഫർമേഷൻസ് ഞാൻ കളക്ട് ചെയ്യുന്നു. അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പോളിത്തീൻ ബാഗ്സിൽ വാങ്ങിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നു, എനിക്ക് താല്പര്യമില്ല. അതുപോലെ അതിന്റെ ഒരു ഫർദർ സ്റ്റെപ്പ്, ഞാൻ പോളിത്തീൻ ബാഗ്സ് ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ബിഹേവിയറൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഒരു ഇന്റഗ്രേറ്റഡ് പ്രോസസ് ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ദെൻ അടുത്തത് ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് ബേസിക്കലി പറയുമ്പോൾ 2 ടൈപ്സ് ആണ് ആറ്റിറ്റ്യൂഡിലുള്ളത്. ഒന്ന് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്, ദെൻ അടുത്തത് ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്. സോ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് പുറമേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനും സാധിക്കും. അത് എന്താണ് നമ്മളത് കോൺഷ്യസ്ലി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് അതിനൊരു റീസൺ കൊടുക്കാനും സാധിക്കും. സോ ദാറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ. ജനറലി വി എക്സ്പ്രസ് അവർ ആറ്റിറ്റ്യൂഡ്സ് ആസ് പെർ അവർ വിഷ്. വി ആർ അവെയർ ഓഫ് അവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസസ് ഓൺ അവർ ബിഹേവിയർ. നമുക്ക് അറിയാം എനിക്ക് ഇതിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണുള്ളത്, അത് എൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ടൂത്ത് പേസ്റ്റ് ആണ് ഇഷ്ടം. ഓക്കെ, അപ്പം അതിനോട് എനിക്കൊരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ കടയിൽ പോയി, ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ ആ ഒരു ടൂത്ത് പേസ്റ്റിന് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യും. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഇതിനോടൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൂത്ത് പേസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ അതാണ് എക്സ്പ്ലിസിറ്റ്. നമുക്ക് കാണാൻ സാധിക്കുന്നു, മറ്റുള്ളവർക്കും അത് എവിഡന്റ് ആയിട്ട് മനസ്സിലാവുന്നു, അതിന്റെ റീസൺസ് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അടുത്തത് ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അൺകോൺഷ്യസ് ലെവലിലാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്, ബിക്കോസ് അത് നമ്മളുടെ ഒരു ലെവൽ ഓഫ് അവയർനെസ്സിന് താഴെയായിട്ടാണ് നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി, ആ കുഞ്ഞിന് ഇൻസെക്ട്സിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇൻസെക്ട്സ് അത് എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ അതിനെ കടിക്കുകയോ അല്ലെങ്കിൽ അതിന് എപ്പോഴെങ്കിലും ഒരു പേടി ഉണ്ടാവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് ഇൻവോളണ്ടറി ആയിട്ട് ഈവൻ അഡൽട്ട് ആവുന്ന സ്റ്റേജിലും അഡൽട്ട് ആയിരിക്കുന്ന സ്റ്റേജിലും അതിനോട് ഒരു ഇൻവോളണ്ടറി ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് ഉണ്ടാവുന്നു. അപ്പോൾ പിന്നീട് പക്ഷെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇല്ല, അങ്ങനെ ഇല്ല എന്ന് പറയും. ബിക്കോസ് അതൊരു കോൺഷ്യസ് ലെവലിലല്ല ആ ഒരു അവയർനെസ് ഇരിക്കുന്നത്. എനിക്ക് അതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് പേടിയാണ്, എനിക്ക് അതിനോടൊരു ഡിസ്ലൈക്ക് ഉണ്ട് എന്നുള്ളൊരു കോൺഷ്യസ് അവയർനെസ് നമുക്ക് അതിനകത്ത് ഇല്ല. ഓക്കെ, സോ അതുപോലെ ഇപ്പൊ വേറെ എക്സാമ്പിൾ പറയുമ്പോൾ മെന്നും വിമനും രണ്ടുപേരും ബിസിനസ്സിൽ എന്താ നല്ലതല്ല അല്ലെങ്കിൽ മോശമാണോ, രണ്ടുപേരും നല്ലതാണ് ബിസിനസ്സിൽ എന്ന് പറയുകയും ചെയ്യുമ്പോഴും നമ്മൾ കൂടുതലും അസോസിയേറ്റ് ചെയ്യുന്നത് മെന്നിന്റെ അടുത്താണ്. ബിസിനസ്സുമായിട്ട് ബിസിനസ് ഡീൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും അസോസിയേറ്റ് ചെയ്യുന്നത് മെന്നിന്റെ അടുത്താണ്. പക്ഷേ നമ്മളടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു കോൺഷ്യസ് അവയർനെസ് നമുക്ക് അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ. സോ അടുത്തത് ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ്. സോ നമ്മൾ പറഞ്ഞ ആദ്യം ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു, അതിന്റെ ഒരു മീനിങ് നമ്മൾ മനസ്സിലാക്കി, ദെൻ ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കി, അതിന് മുന്നേ കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി. ഓക്കെ, അടുത്തത് ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ്. സോ എന്തൊക്കെയാണ് ആറ്റിറ്റ്യൂഡിന്റെ മെയിൻ ഫങ്ഷൻസ് എന്നുള്ളത്? ഒന്ന് അഡാപ്റ്റീവ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഫങ്ഷൻ ആണ്.
സോ നമ്മൾക്ക് എന്തിനോടെങ്കിലും ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് അതിനോട് കാരണം വെക്കുന്നത് നമ്മൾക്ക് അത് ഉള്ളപ്പോൾ നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു, അതില്ലാതാവുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കുട്ടിക്ക് സ്കൂൾ ഡിസിപ്ലിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മള് ആ ഒരു ഡിസിപ്ലിൻ അനുസരിച്ചിട്ട് ആ കുട്ടി പെരുമാറുമ്പം അതിന് അവക്ക് അല്ലെങ്കിൽ അവന് ഒരു റിവാർഡ് കിട്ടുന്നു. ആ ഡിസിപ്ലിനിൽ നിന്ന് മാറിക്കഴിയുമ്പം ആ കുട്ടിക്ക് ഒരു പണിഷ്മെന്റ് വരുന്നു അവിടെ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഈ കുട്ടിക്ക് ഒരു സ്കൂൾ ഡിസിപ്ലിനോട് ഒരു ഫേവറബിൾ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അപ്പൊ അത് ഒരു അഡാപ്റ്റീവ് ഫങ്ഷനിങ് അവിടെ വരുന്നുണ്ട്. അതുപോലെ ഇൻസ്ട്രുമെന്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസ്ഡ് ഓൺ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. അതാണ് അഡാപ്റ്റീവ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പം എനിക്ക് എന്തുകൊണ്ട് ഒരു സ്കൂൾ ഡിസിപ്ലിൻ വേണം, അല്ലെങ്കിൽ എനിക്ക് അതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ, ചെറുപ്പത്തിലെ ഞാൻ ആ ഒരു ഡിസിപ്ലിനോട് കൂടി ഇരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് റിവാർഡ് കിട്ടിയിരുന്നു. അതുപോലെ ഡിസിപ്ലിൻ എവിടെയെങ്കിലും എനിക്കൊരു പാളിച്ച വന്നാൽ എനിക്ക് അതിനൊരു പണിഷ്മെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്കൂൾ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തെന്നുള്ളത്. സോ ദാറ്റ് ഈസ് അഡാപ്റ്റീവ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഫംഗ്ഷൻ. അടുത്തത് നോളജ് ഫംഗ്ഷൻ. നോളജ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ആറ്റിറ്റ്യൂഡ് അബൌട്ട് ദ ഒബ്ജക്ട് കാറ്റഗറി പ്രൊവൈഡ്സ് us with a meaning to the social world. നമുക്ക് സോഷ്യൽ വേൾഡിനെ കുറിച്ച് എന്തിനെ കുറിച്ചിട്ടും ഒരു മീനിങ് കിട്ടുന്നതിൽ ആറ്റിറ്റ്യൂഡിന് വലിയൊരു പങ്ക് ഉണ്ടെന്നാണ് പറയുക. അപ്പൊ നമുക്ക് സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള ഒരു ബിലീഫ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് പ്രെജുഡിസ് ടുവേർഡ്സ് എ പെർട്ടിക്കുലർ റേഷ്യൽ ഗ്രൂപ്പ്, അപ്പൊ ഇതൊക്കെ അപ്പൊ ആ ഒരു നോളജിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾക്ക് അവര് ഇന്ന ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ഈ രീതിയിലാണ് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ രീതിയിലാണ് ചിന്തിക്കുക എന്നുള്ളൊരു നമ്മളൊരു മുൻവിധി എന്ന് പറയുന്നത്. സോ ഈ മുൻവിധി എന്ന് പറയുന്നത് അതും ഒരു നോളജ് ലെവലിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആറ്റിറ്റ്യൂഡ് ഫംഗ്ഷൻ ആസ് സിംപ്ലിഫൈഡ് കാറ്റഗറീസ് ഫോർ വേരിയസ് സോഷ്യൽ സ്റ്റിമുലൈ ലൈക്ക് പീപ്പിൾ, ഈവൻ സിറ്റുവേഷൻസ്, വിച്ച് ഫർദർ ഹെൽപ്പ് us to understand and explain the complex social world എന്നുള്ളത്. അടുത്തത് ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ. സോ എപ്പോഴും നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെ അല്ലെങ്കിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡിനെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്സ് ആണ് നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കുക. അപ്പം അല്ല എങ്കിൽ നമുക്കൊരു ഗിൽറ്റ് ഫീലിംഗ് അവിടെ വരുന്നു. അപ്പം എപ്പോഴും നമ്മളുടെ ഒരു സൈക്കോ അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നമ്മൾ ഡിനയൽ ആയിക്കോട്ടെ, റിപ്രഷൻ, പ്രൊജക്ഷൻ, ദെൻ റാഷണലൈസേഷൻ, ഇതെല്ലാം ഈഗോ ഡിഫെൻസ് മെക്കാനിസം ആണ്. ഇതെല്ലാം നമ്മളുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഇമേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ്. സോ അത്തരത്തിലുള്ള ഫങ്ഷൻസും ആറ്റിറ്റ്യൂഡിനുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, എ പ്ലെയർ മേ പ്രൊട്ടക്ട് ഹിസ് ഈഗോ ബീങ് ഹാർഡ് by his defeat in an inter-school badminton match by developing a negative attitude towards match referee. അപ്പം റെഫറി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രീതിയിൽ ആ റെഫറിയോടുള്ള എൻ്റെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഞാൻ ഡെവലപ്പ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ പ്ലേ അവിടെ നന്നായില്ല എന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ എൻ്റെ ഒരു സെൽഫ് ഇമേജിനെ അത് ബാധിക്കും. അപ്പം നമ്മൾ ഈസി ആയിട്ട് നമ്മളപ്പോൾ ഒരു സബ്ലിമേഷൻ ലെവലിൽ നമ്മൾ അതിനെ കണ്ട് നമ്മളുടെ ഈഗോനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ. അടുത്തത് സെൽഫ് എക്സ്പ്രസീവ് ഫംഗ്ഷൻ. നമ്മളുടെ ആറ്റിറ്റ്യൂഡിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിലൂടെ നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പൊ നമ്മളുടെ സെൽഫിനെ തന്നെയാണ് നമ്മൾ ഈ ആറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സോ ആറ്റിറ്റ്യൂഡ്സ് ആർ മീൻസ് ടു ഡിഫൈൻ, maintain and enhance the self-worth. Many attitudes express the basic values of the attitude holder. അപ്പം ഒരു ആറ്റിറ്റ്യൂഡ് ഹോൾഡറിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് ആണ് ആ വ്യക്തിക്ക് ഉള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ ആ വ്യക്തിയെ കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതുവഴി. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെൽഫ് എക്സ്പ്രഷൻ. ഓക്കെ, സോ ഇത്രയാണ് മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് അഡാപ്റ്റീവ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഫംഗ്ഷൻ, ദെൻ നോളജ് ഫംഗ്ഷൻ, ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ ആൻഡ് സെൽഫ് എക്സ്പ്രസീവ് ഫംഗ്ഷൻ. എങ്ങനെയാണ് ഈ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു സെക്ഷനിൽ വരുന്നത്. സോ ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വെറുതെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ഡെവലപ്പ് ചെയ്യില്ല. ഓൾ ഓഫ് എ സഡൻ നമുക്ക് ഒരിക്കലും ഒരു ഫേവറബിൾ ആയിട്ടുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരില്ല. അതിന് പിറകിലായിട്ട് നമ്മളുടെ പല എക്സ്പീരിയൻസസ്, നമ്മളുടെ നോളജ് ഷെയറിങ്, നമ്മളുടെ ഈഗോ, ഇങ്ങനെ പലതും വർക്ക് ചെയ്തിട്ടാണ് ഒടുവിൽ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വരുന്ന ഒരു റീസൺ എന്ന് പറയുമ്പോൾ മിയർ എക്സ്പോഷർ. കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു കോണ്ടാക്ട് വരുന്നു. ഓക്കെ, അല്ലെ ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമ്മൾ എന്നും
കാണുന്നു, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫുഡ് ആണ് ഇവിടെ കൂടുതലും കിട്ടുന്നത്. സോ അതുപോലെ ഫോട്ടോഗ്രാഫ്സ്, വേർഡ്സ്, അഡ്വർടൈസിങ് സ്ലോഗൻസ്, ഇതെല്ലാം നമ്മളുടെ ഒരു മിയർ എക്സ്പോഷർ ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ആ ഒരു മിയർ എക്സ്പോഷറിൽ നിന്ന് നമ്മൾക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവുകയാണ്. സോ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ്, ഐഡിയാസ്, സ്ലോഗൻസ്, ഇതെല്ലാം നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഓൾഡ് ഫ്രണ്ട്സ് ആയി മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മിയർ എക്സ്പോഷർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ആളോടും നമുക്ക് കുറച്ച് ഇടയ്ക്ക് വല്ലപ്പോഴും കാണുന്ന ഒരാളോടും രണ്ടുപേരും നമ്മൾ നോക്കുമ്പോൾ ആരോടാണ് നമുക്കൊരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് മിയർ എക്സ്പോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ വരുമ്പോൾ നമുക്ക് ലൈക്കിംഗ് ഉണ്ടാവുന്നു. വെൻ ദ സ്റ്റിമുലസ് ആർ ഇനീഷ്യലി ന്യൂട്രൽ ഓർ പോസിറ്റീവ്. പക്ഷേ നെഗറ്റീവ് സ്റ്റിമുലസിനോട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ നെഗറ്റീവ് ആണെങ്കിൽ എക്സ്പോഷർ കൊണ്ട് കൂടുതലും നെഗറ്റീവ് ആവുന്നു. ദെൻ പോസിറ്റീവ് അല്ലെങ്കിൽ ന്യൂട്രൽ ആണെങ്കിൽ എക്സ്പോഷർ കൊണ്ട് ആ ഒരു ലൈക്കിംഗ് ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് മിയർ എക്സ്പോഷർ. നെക്സ്റ്റ് ഇസ് പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് ആറ്റോമിക് ബോംബിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഇതിനോട് എനിക്കൊരു ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വന്നാൽ എനിക്ക് ആ വെപ്പൺസിനോട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. സോ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് വരുമ്പോൾ അവിടെ വ്യത്യാസമാണ്. നമ്മൾ ന്യൂസിൽ കാണുന്ന ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ ഓരോ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതും അല്ലാതെ നമ്മളുടെ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് പേഴ്സണൽ, ബേസ്ഡ് ഓൺ അവർ പേഴ്സണൽ എക്സ്പീരിയൻസ്. അടുത്തത് ക്ലാസിക്കൽ കണ്ടീഷൻ. ക്ലാസിക്കൽ കണ്ടീഷനിൽ എന്താ പറയുന്നത്? ആദ്യം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആയിരുന്നു, പക്ഷെ ഇതിനോട് പെയർ ചെയ്യുന്നത് ഒരു അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് വരുമ്പോൾ ഈ ന്യൂട്രൽ സ്റ്റിമുലസിന് ആ ഒരു സെയിം എന്താ പറയുന്നത് ഒരു എഫക്റ്റ് വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ലിറ്റിൽ ആൽബർട്ടിന്റെ എക്സ്പെരിമെന്റിൽ എന്താ കാണാ, കുഞ്ഞ് 10 മാസമായ ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു വൈറ്റ് റാറ്റിനെ കണ്ടപ്പോൾ ഒരു പേടിയും തോന്നിയില്ല. ഫസ്റ്റില് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റിമുലസ് ആയിരുന്നു. പക്ഷെ ഈ വൈറ്റ് റാറ്റിനെ കാണിക്കുന്ന സമയത്ത് ഒരു ഹാമർ വെച്ച് അവിടെ ബാക്കിൽ അടിക്കുന്ന ശബ്ദം വന്നപ്പോൾ ഈ ഹാമർ വെച്ച് അടിക്കുന്ന ശബ്ദവും ഈ ഒരു എലിയും രണ്ടും കൂടി വന്ന് അസോസിയേഷൻ അവിടെ സംഭവിക്കുകയാണ്. അപ്പൊ പിന്നീട് ഈ ഒരു റാറ്റിനെ കാണുമ്പോൾ ഈ കുട്ടി പേടിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ ആ ഒരു ന്യൂട്രൽ ആയിരുന്നു, ആദ്യം ഒരു പേടിയും തോന്നാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് ഇങ്ങനൊരു കണക്ഷൻ വന്നപ്പോഴാണ് ആ ഒരു പേടി വന്നത്. ആ റാറ്റിനോട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തത്. സോ ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അടുത്തത് എന്താ പറയുന്നത്? ഓപ്പറന്റ് കണ്ടീഷൻ. ഓപ്പറന്റ് കണ്ടീഷനിൽ എന്താ പറയുന്നത്? നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു പോസിറ്റീവ് കോൺസിക്വൻസസ് ആണ് ഇതുകൊണ്ട് കിട്ടുന്നതെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ആ ഒരു ബിഹേവിയർ തുടർന്നുകൊണ്ട് പോകും. അസമയം ഒരു നെഗറ്റീവ് കോൺസിക്വൻസസ് ആണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയെങ്കിൽ ഞാൻ ആ ബിഹേവിയർ വേണ്ടെന്ന് വയ്ക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ അല്ല ആ ഒരു സിറ്റുവേഷനോട് എനിക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. ഇല്ല എങ്കിൽ എനിക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. സോ ഇപ്പോൾ ഹെൽപ്പിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ഈ കുട്ടിക്ക് ഹെൽപ്പിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ പ്രോസോഷ്യൽ ബിഹേവിയറിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ആ സമയം നമ്മളടുത്ത് പറയുന്നത് ഹെൽപ്പ് ചെയ്തിട്ട് കാര്യമില്ല, ഹെൽപ്പ് ചെയ്തവരൊക്കെ നമ്മൾ ചതിക്കും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ നമ്മൾ ആ ഒരു ഹെൽപ്പിംഗ് ബിഹേവിയർ കുട്ടിക്ക് അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിട്ടും അതിനനുസരിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പ്രോ സോഷ്യൽ ബിഹേവിയർ സംഭവിക്കുകയാണ്. സോ ദാറ്റ് ഇസ് ഓപ്പറന്റ് കണ്ടീഷനിങ്. അടുത്തത് ഒബ്സർവേഷണൽ ലേണിംഗ്. നമ്മൾ പഠിക്കുകയാണ്, അതായത് മറ്റുള്ളവർ കാണിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്ത് നമ്മൾ അവർ ഏതൊരു ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത് അതേ സെയിം ആറ്റിറ്റ്യൂഡ് നമ്മളും എടുക്കുകയാണ്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇമിറ്റേഷൻ. സോ ഇമിറ്റേറ്റിംഗ് അതേഴ്സ് ബിഹേവിയർ ഇൻ എ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. നമ്മൾ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു, അത് കുട്ടികൾ കാണുന്നു, കുട്ടികൾ അതേ ആ ഒരു ഫേവറബിൾ ലെവലിൽ കുട്ടികൾ അതിനെ എടുക്കുന്നു, ദെൻ അവരും ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു വശത്തെ കൂടെ അവരോട് ഒരു സർക്കാസ്റ്റിക് ലെവലിലാണ് നമ്മൾ അവരെ കാണുന്നതെങ്കിൽ ഇതേ കാര്യമാണ് കുട്ടികളും കാണുക, ഈ കുട്ടികളും ഇതേ ഒരു ആറ്റിറ്റ്യൂഡാണ് ഡെവലപ്പ് ചെയ്യുക. സോ എന്തും ഒബ്സർവേഷൻ ലേണിംഗിന്റെ ബേസിസിലാണെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഓക്കെ, സോ however we do not compare our attitudes to any of the group arbitrarily. അപ്പൊ നമ്മൾ ഇതെല്ലാം ഒറ്റയ്ക്കായിട്ടല്ല ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് ഒടുവിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. Thus, these groups are reference groups for us and we compare our views and attitudes only with them.
So this process suggests that we form our attitude in order to fulfill our desire, to be similar to those we like and to differ from those we do not. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി അവർ ഏതൊക്കെ ആറ്റിറ്റ്യൂഡാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, കൊണ്ടുപോകുന്നത്, ഹോൾഡ് ചെയ്യുന്നത്, അതേ ആറ്റിറ്റ്യൂഡിൽ നമ്മളും പോവുകയാണ് ചെയ്യുന്നത്. സോ മറ്റുള്ളവരായിട്ട് സിമിലർ ആയിട്ട് നിൽക്കുക, നമ്മൾക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് സിമിലർ ആയിട്ട് നിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. ഹാവിങ് ഡിസഗ്രിമെന്റ് വിത്ത് ദോസ് വി ലൈക്ക്. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് ഒരു ഡിസഗ്രിമെന്റ് വരുമ്പോൾ നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവും. അപ്പം അവരെയാണ് നമ്മളൊരു റെഫറൻസ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ റെഫറൻസ് ഗ്രൂപ്പ് ഏതൊരു ആറ്റിറ്റ്യൂഡാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അതേ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് വരികയാണ് അവരുമായിട്ട് ഒരു ഡിസഗ്രിമെന്റ് വരുമ്പോൾ. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു തിയറി പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾക്ക് ഒരു കാരണമില്ലാതെ എന്തിനോടോ ഒരു ലൈക്കോ ഒരു ഡിസ്ലൈക്കോ വരുന്നെങ്കിൽ അവിടെ ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇതില് പറയുന്നുണ്ട്, ഇപ്പം ഐഡന്റിക്കൽ ട്വിൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രറ്റേണൽ ട്വിൻസിനേക്കാളും ഐഡന്റിക്കൽ ട്വിൻസിനാണ് കുറച്ചൊരു ആറ്റിറ്റ്യൂഡ് സിമിലാരിറ്റി കാണുന്നതെന്ന് പറയുന്നു. അതുപോലെ ട്വിൻസ് റെയർഡ് എപ്പാർട്ടും ട്വിൻസ് റെയർഡ് ടുഗദർ നമ്മൾ നോക്കുമ്പോൾ അവിടെയും ഈ ആറ്റിറ്റ്യൂഡിൽ ഈ ഒരു രീതിയിലുള്ള സിമിലാരിറ്റി കാണുന്നുണ്ട്. സോ അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം അതിനകത്തൊരു ജനറ്റിക് കമ്പോണന്റ് ഉണ്ടെന്നാണ് ജനറ്റിക് തിയറിയിൽ പറയുന്നത്. ഓക്കെ, സോ ആറ്റിറ്റ്യൂഡ് ഫോർമേഷനിൽ നമ്മൾ മിയർ എക്സ്പോഷർ പറഞ്ഞു, then personal experience, classical conditioning, operant conditioning, observational learning, and finally genetic factors. Okay, next is attitude change. അപ്പൊ നമുക്ക് എന്തിനോടും നമുക്കൊരു മനോഭാവം, നമുക്ക് ഇപ്പം ഒരു ഇപ്പൊ ഒരു വിഡോ റീമാരേജ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനോട് നമുക്കൊരു മനോഭാവം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഒരു ടൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടുള്ളൊരു മനോഭാവം വരുന്നു. അല്ലെങ്കിൽ നമുക്കൊരു ഗ്രാമം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊരു മനോഭാവം വരുന്നത് എന്താണ്? ഇതിന് എല്ലാത്തിനും ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. സോ ഇതില് ഈ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വീണ്ടും നമുക്ക് സിറ്റുവേഷൻസ് വരുമ്പോൾ ആ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടിയതിൽ നിന്ന് ചില മാറ്റങ്ങൾ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. സോ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ അവിടെ അടുത്ത ഒരു പഠനം വരുന്നത്. സോ ദാറ്റ് ഇസ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. എങ്ങനെയാണ് നമ്മൾക്ക് വൺസ് ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് മാറുക? ഒരു വ്യക്തിയെ കുറിച്ചിട്ടായിക്കോട്ടെ, ഒരു ഈവന്റിനെ കുറിച്ചിട്ടായിക്കോട്ടെ, ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടായിക്കോട്ടെ, നമ്മൾക്കൊരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്തു, ആ ആറ്റിറ്റ്യൂഡിന് എങ്ങനെയാണ് ഒരു മാറ്റം സംഭവിക്കുക എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിൽ വരുന്നത്. സോ ആറ്റിറ്റ്യൂഡ് വൺസ് ഫോംഡ് ക്യാൻ ബി ചേഞ്ച്ഡ് ഓൾസോ. For example, a person who has positive attitude towards atomic weapons may begin opposing it, or vice versa. Attitude change is a process by which valence of attitude is transformed. അപ്പോൾ strength of attitude നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ്, or change into opposite direction എന്നുള്ളതാണ്. ഓക്കെ, സോ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് രണ്ട് രീതിയിലാണ് വരിക. ഒന്ന് കോൺഗ്രുവന്റ് ചേഞ്ചും, രണ്ട് ഇൻകോൺഗ്രുവന്റ് ചേഞ്ചും. നമുക്ക് ഓൾറെഡി ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതിനെ കൂടുതൽ ഫേവറബിൾ ആക്കുന്ന ഒരു ചേഞ്ചിന് നമുക്ക് കോൺഗ്രുവന്റ് ചേഞ്ച് എന്നാ പറയാം. ഓക്കെ, സോ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഇഷ്ടമാണ്, ഇതിനോട് എനിക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ പഠിക്കും തോറും എനിക്ക് ഇതിനോടുള്ള ഒരു ഫേവറബിൾനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി വരുന്നു. സോ ദാറ്റ് ഈസ് എ പോസിറ്റീവ് ചേഞ്ച്. സോ അതിനെയാണ് നമ്മൾ കോൺഗ്രുവന്റ് ചേഞ്ച് എന്ന് പറയാം. ഇൻകോൺഗ്രുവന്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ when attitude change is unfavorable, that is the direction of change is opposite of the already held attitude. സോ ഇപ്പൊ ഒരു മിക്സഡ് കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിനോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ഓക്കെ, പക്ഷെ ഞാൻ ഒരു മിക്സഡ് കോളേജ് പഠിച്ച് അവിടെ മറ്റ് കുട്ടികളുമായിട്ടും അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പം എനിക്ക് അതുവരെ ഞാൻ ഹോൾഡ് ചെയ്തിരുന്ന ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ സംഭവിച്ചു. സോ ദാറ്റ് ഈസ് ഇൻകോൺഗ്രുവന്റ് ചേഞ്ച് എന്ന് നമ്മൾ പറയാം. സോ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് രണ്ട് രീതിയിലാണ്, കോൺഗ്രുവന്റ് ചേഞ്ചും ഇൻകോൺഗ്രുവന്റ് ചേഞ്ചും. ഇനി ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ചില തിയറീസ് ആണ്. ഒന്ന് ബാലൻസ് തിയറി എന്നാണ് ഇതിനെ പറയുക. സോ ഈ ഒരു പിക്ചറിൽ കണ്ടാൽ അറിയാം, ഇതിനകത്ത് ഫസ്റ്റ് ഇസ് ദ പെർസീവർ നോൺ ആസ് പി. ഓക്കെ, ഇപ്പൊ 3 വ്യക്തികളായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് അനദർ പേഴ്സൺ കോൾഡ് ഒ, ആൻഡ് തേർഡ് എക്സ് എന്ന് പറയുന്നത് ആൻ ഒബ്ജക്റ്റ് ഓഫ് പെർസെപ്ഷൻ ആണ് വരിക. സോ പിക്ക് ഒയിനോടും എക്സിനോടും
പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, ഒക്കും എക്സിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അവിടെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ നോക്കും, പിക്ക് ഒയിനോടും എക്സിനോടും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, ഒക്കും എക്സിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലം ഇല്ല. സോ അതും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ്. ദെൻ അടുത്തത് പിക്ക് ഒയിനോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, പിക്ക് എക്സിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, ഒയ്ക്ക് അല്ലെങ്കിൽ എക്സിന് ഒയിനോടും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അപ്പോഴും പ്രോബ്ലം ഇല്ല, ബിക്കോസ് പിക്ക് എക്സിനോടും എക്സിന് പിന്നോടും പ്രോബ്ലം ഇല്ല. ഓക്കെ. അടുത്തത് പിക്ക് ഒയിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, പിക്ക് എക്സിനോട് താല്പര്യമില്ല, ഒയ്ക്കും എക്സിനോട് താല്പര്യമില്ല, അപ്പോഴും നമുക്ക് പ്രോബ്ലം വരുന്നില്ല. ദെൻ അൺബാലൻസ്ഡ് സ്റ്റേറ്റ് നോക്കുക, പിക്ക് ഒയിനോട് താല്പര്യമാണ്, പക്ഷെ പിക്ക് എക്സിനോട് താല്പര്യം ഇല്ല, ഒയ്ക്ക് എക്സിനോട് താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ എക്സിനോട് പിക്ക് മാത്രം താല്പര്യം ഇല്ല, ഒയ്ക്ക് താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അൺബാലൻസ്ഡ് സ്റ്റേറ്റ് വരികയാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു ടെൻഷൻ അവിടെ വരുന്നുണ്ട്. ദെൻ പിക്ക് ഒയിനോട് താല്പര്യമുണ്ട്, പിക്ക് എക്സിനോടും താല്പര്യമുണ്ട്, പക്ഷെ ഒയ്ക്കും എക്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ല, അപ്പോഴും അവിടെ പ്രഷർ ഉണ്ട്. ദെൻ അടുത്തത് പിക്ക് ഒയിനോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, പിക്ക് എക്സിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, ഒയ്ക്ക് എക്സിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, അപ്പോഴും ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ദെൻ പിക്ക് ഒയിനോട് താല്പര്യമില്ല, പിക്ക് എക്സിനോടും താല്പര്യമില്ല, ഒയ്ക്കും എക്സിനോടും താല്പര്യമില്ല, അപ്പോഴും അവിടെ കോൺഫ്ലിക്ട്സ് വരികയാണ്, മൂന്ന് പേരും തമ്മിലും കോൺഫ്ലിക്ട്സ് വരികയാണ്. സോ ഇതാണ് ഒരു ബാലൻസ് തിയറി എന്ന് പറയുന്നത്. സോ എപ്പോഴും നമ്മൾക്ക് അൺബാലൻസ്ഡ് സ്റ്റേറ്റ് വരുമ്പോൾ വി ട്രൈ ടു മെയിൻറ്റെയിൻ ബാലൻസ് ഓർ ഹോമിയോസ്റ്റാസിസ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ സിറ്റുവേഷൻസ് അൺബാലൻസ്ഡ് സ്റ്റേറ്റ് വരുമ്പോഴാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക, അയ്യോ ഞാൻ ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ, എൻ്റെ ചിന്തയിൽ മാറ്റം വരണമല്ലോ, അല്ലെങ്കിൽ എനിക്ക് സ്ട്രഗിൾ ആയിരിക്കുമല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ട്രൈയിങ് ടു റീഗെയിൻ ദ ബാലൻസ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ പറയുന്നത് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിന്. അടുത്തൊരു ഒരു തിയറി എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡിസനൻസ് ആണ്, ആസ് പ്രൊപ്പോസ്ഡ് ബൈ ഫെസ്റ്റിഞ്ചർ. ഫെസ്റ്റിഞ്ചറിന്റെ തിയറിയാണ് കോഗ്നിറ്റീവ് ഡിസനൻസ് തിയറി എന്ന് പറയുമ്പോൾ. ഇതിലും പറയുന്നത് നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയേഴ്സ് തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് എക്സിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് തമ്മിൽ കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു ഇൻകോൺഗ്രുവൻസ് വരുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും, or we avoid dissonance or incongruence. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം മെനി പീപ്പിൾ സ്മോക്ക് ഈവൻ വെൻ ദേ നോ ദാറ്റ് സ്മോക്കിംഗ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ. അപ്പം എനിക്കൊരു കോഗ്നിറ്റീവ് ലെവലിൽ എനിക്ക് അറിയാം, അതായത് സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ സ്മോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ ഒരു ചിന്തയിൽ നമുക്കറിയാം, ഒരു ഇന്റലക്ച്വൽ ലെവലിൽ നമുക്കറിയാം ഇറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ എന്നറിയാം, പക്ഷെ ഞാൻ സ്മോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മളുടെ ആ ഒരു ബിലീഫും പക്ഷെ നമ്മളൊരു ബിഹേവിയറും തമ്മിൽ ഈ ഒരു ഇൻകോൺഗ്രൻസ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പം ആ ഒരു സിറ്റുവേഷനെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു, നമ്മൾ സ്മോക്കിംഗ് ബിഹേവിയർ വേണ്ടാന്ന് വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യം വരുന്നു. അല്ലെങ്കിൽ ക്യാൻസർ സിറ്റുവേഷൻ വരുന്നതിന് മറ്റു പല കാരണങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മൾ അവിടെ ഒരു റാഷണലൈസേഷൻ ചെയ്യുന്നു. അപ്പോഴും നമ്മുടെ ഒരു സെൽഫ് ഇമേജിനെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ ആണ് അവിടെ വരിക. അപ്പം ഏത് രീതിയിലാണെങ്കിലും നമ്മളൊരു കോൺഫിഡൻസിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, സോ അതാണ് കോഗ്നിറ്റീവ് ഡിസനൻസ് തിയറിയിൽ പറയുന്നത്. സോ ഡിസനൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു മാർഗം എന്ന് പറയുന്നത് ഐദർ നമ്മളുടെ ബിലീഫ് മാറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ബിഹേവിയറിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ആ ബിഹേവിയറിനോടുള്ള നമ്മളൊരു പെർസെപ്ഷനിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് ഒഴിവാക്കി നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ ആ ഒരു ഇപ്പൊ നമുക്ക് ബിഹേവിയറും ബിലീഫും നമ്മൾ ഇൻകൺസിസ്റ്റൻസി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ഇൻക്രീസ് ഡിസ്റ്റൻസ് വരുന്നു. അപ്പൊ ഈ മൂന്ന് രീതിയിൽ നമ്മൾ ശ്രമിച്ചിട്ട്, ഈ മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ശ്രമിച്ച് നമ്മൾ ഒടുവിൽ ഒരു ഈ പറഞ്ഞ ഡിസനൻസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുകയാണ് ശ്രമിക്കുക. സോ കോഗ്നിറ്റീവ് ഡിസനൻസ് തിയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് ഫോഴ്സ്ഡ് കംപ്ലയൻസ്. അപ്പൊ നമുക്കൊരു പ്രഷർ വരികയാണ്, ഒരു സോഷ്യൽ നോം അല്ലെങ്കിൽ ഒരു എറ്റിക്കറ്റ് വന്ന് നമുക്കൊരു പ്രഷർ വരുമ്പോൾ അവിടെ നമ്മളുടെ ആ ഒരു
ബിഹേവിയറിൽ നമ്മൾ ഒരു ചേഞ്ച് വരുത്തേണ്ട ഒരു ആവശ്യം വരികയാണ്. സോ ദാറ്റ് ഈസ് അങ്ങനെ നമ്മൾ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുന്നതാണ് പറയുന്നത്. സോ അതാണ് ഫോഴ്സ്ഡ് കംപ്ലയൻസ് ബിഹേവിയർ എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ പറയുന്നത്, നമ്മളുടെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിന് പാടാൻ അറിയേയില്ല, പക്ഷെ നമ്മളുടെയൊക്കെ ഇഷ്ടമാണ്, അവനോട് നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവൻ പാടുന്നു, പാട്ട് കേൾക്കുമ്പോൾ വളരെ ഹൊറിബിൾ ആയിട്ടുള്ള ഒരു സിംഗിങ് ആണെങ്കിൽ നമ്മളത് പ്രേസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അപ്പോൾ പ്രേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി വരുന്നുണ്ട്. നമ്മളൊരു പ്രൈവറ്റ്ലി ഹെൽഡ് ബിലീഫിൽ നമുക്കറിയാം അവനൊരു പാട്ടുകാരനല്ല, അവന്റെ പാട്ട് നല്ലതല്ല എന്ന് അറിയെങ്കിൽ പോലും നമ്മൾ അവിടെ ഒരു അണ്ടർ പ്രഷർ നമ്മൾ ആ ഒരു നമ്മളെ ബിഹേവിയറിൽ മാറ്റം വരുത്തി ചെയ്യുന്നതാണ് കാണുന്നത്. സോ ദാറ്റ് ഇസ് ഫോഴ്സ്ഡ് കംപ്ലയൻസ് ബിഹേവിയർ. Then അടുത്തത് decision making and cognitive dissonance. So we encounter with many dilemmatic situations in which taking a decisions may induce dissonance. For example, getting married or going for a career is such a great dilemmatic situation. കല്യാണം കഴിക്കണോ അതോ ജോലി, കരിയർ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പോകണോ നമ്മൾ ചിന്തിക്കുക. ഇൻ വിച്ച് ദ ഡിസിഷൻ മേക്കിംഗ് ബിക്കംസ് സോ ഡിഫിക്കൽട്ട് ഫോർ ദ ഗേൾ റെയർഡ് ഇൻ എ ടിപ്പിക്കൽ ഇന്ത്യൻ സോഷ്യൽ സെറ്റപ്പ്. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സോഷ്യൽ സെറ്റപ്പിൽ വളരുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചോളം ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, in such dilemmatic situations both the alternatives have their own, അപ്പൊ രണ്ടിലും അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അല്ലെ. സോ അപ്പൊ ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും രണ്ടും നമ്മൾ നോക്കി കഴിയുമ്പോൾ എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ in such dilemmatic situations both the alternatives have their own advantages and disadvantages, and going along with one alternative closes the possibility of availing the advantages of the alternative. നമുക്കറിയാലോ, ഒന്ന് എടുക്കുമ്പോൾ മറ്റത് നമുക്ക് നഷ്ടമാവുകയാണ് ഓട്ടോമാറ്റിക്കലി. ഐദർ വേ, റിഗാർഡ്ലെസ് ഓഫ് വിച്ച് ഓഫ് ദ ടു ഓൾട്ടർനേറ്റീവ്സ് ഈസ് സെലക്ടഡ്, അഡ്വാൻറ്റേജസ് ഓഫ് ദ റിജക്റ്റഡ് ഓൾട്ടർനേറ്റീവ് എറോസ് ഡിസനൻസ്. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ ഒന്ന് എടുത്തു കഴിയുമ്പോൾ മറ്റേത് നമ്മുടെ കയ്യിൽ നിന്ന് പോയതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ് അറോസ് ദ ഡിസനൻസ്. Then അടുത്തത് പറയുന്നത് എഫേർട്ട് ജസ്റ്റിഫിക്കേഷൻ ആണ്. ഇറ്റ് സീംസ് ലോജിക്കൽ ടു കൺസ്ട്രൂ ദാറ്റ് പീപ്പിൾ അറ്റാച്ച് മോർ വാല്യൂ ടു ദോസ് ഗോൾസ് that are achieved after great efforts. നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്തതിനോട് നമുക്കൊരു പോസിറ്റീവ്, അല്ലെങ്കിൽ അതിന് നമ്മൾ കൂടുതൽ വാല്യൂ നമ്മൾ കൊടുക്കാറുണ്ട്. സോ അത് പോസിറ്റീവ് ആയിട്ടുള്ള ലെവലിൽ തന്നെ പോകുന്നത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഫോർ റെഡ്യൂസിങ് ദ ഡിസനൻസ്. therefore people tend to justify their efforts by appraising the achieved goal in a more positive way. അപ്പോൾ ഉള്ള ഒരു പോസിറ്റീവ് ലെവലിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് പറയാം, ബിക്കോസ് അത്രയും നമ്മൾ എഫേർട്ട് അതിനു വേണ്ടി എടുത്തതുകൊണ്ട്. ആൻഡ് ബൈ അറ്റാച്ചിങ് മോർ സബ്ജക്റ്റീവ് വാല്യൂ ടു ദോസ് ഗോൾസ്, കോൺസിക്വന്റ്ലി ലീഡിങ് ടു ദ റെഡ്യൂസ്ഡ് ഡിസനൻസ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ആ ഒരു തിയറിയിൽ പറയുന്ന ആറ്റിറ്റ്യൂഡ് ചേഞ്ചിൽ നമ്മൾ ആദ്യത്തെ ഒരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്സിൽ വരുന്നത്. സോ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ്, കോൺഗ്രുവന്റ് ചേഞ്ചും ഇൻകോൺഗ്രുവന്റ് ചേഞ്ചും. ഫേവറബിൾ മോർ ഫേവറബിൾ ആവുന്നതും കോൺഗ്രുവന്റ് ചേഞ്ച്, ദെൻ ഫേവറബിൾ അൺഫേവറബിൾ ആവുന്നത്, അല്ലെങ്കിൽ അൺഫേവറബിൾ ഫേവറബിൾ ആവുന്നത് ഇൻകോൺഗ്രുവന്റ് ചേഞ്ച്. ദെൻ ബാലൻസ് തിയറിയെ പറ്റി പറയുന്നുണ്ട് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിൽ. ദെൻ അടുത്തത് കോഗ്നിറ്റീവ് ഡിസനൻസ് തിയറിയാണ്. കോഗ്നിറ്റീവ് ഡിസനൻസ് തിയറിയിൽ പറയുന്നത് ഡിസനൻസ് കുറയ്ക്കാൻ നമ്മൾ ഐദർ ഈ 3 സ്റ്റെപ്സ് ആണ് നമ്മൾ എടുക്കുക. ഈ 3 ഏതെങ്കിലും ഒന്ന്, ലൈക്ക് ചേഞ്ച് ബിലീഫ്, ചേഞ്ച് ബിഹേവിയർ, ഓർ ചേഞ്ച് ദ പെർസെപ്ഷൻ ഓഫ് ബിഹേവിയർ. അടുത്തത് പെർസ്വേഷൻ. പെർസ്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിന്റെ പറയുന്നതാണ് പെർസ്വേഷൻ. അപ്പൊ ഈ പെർസ്വേഷനിൽ എപ്പോഴും ഒരു എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. പെർസ്വേഷനിൽ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറയാൻ നമ്മളൊരു ഇന്റേണൽ ലെവലിലാണ്, നമ്മളുടെ ബിലീഫ്, അതിനനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബിഹേവിയർ, അതിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസനൻസ് ഉണ്ടാവും, ഒരു ഇൻകോൺഫിഡൻസ് ഉണ്ടാവും. നമ്മളപ്പോൾ ആ ഡിസനൻസ് അവോയ്ഡ് ചെയ്ത് നമ്മളൊരു ബാലൻസ്ഡ് സ്റ്റേജിൽ എത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. സോ അതാണ് നമ്മളുടെ ഇതുവരെ നമ്മൾ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിൽ. അസമയം പെർസ്വേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് വരുമ്പം അവിടെ എപ്പോഴും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സോഴ്സ് അവിടെ വരുന്നുണ്ട്. നമ്മൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ സോഴ്സ് അവിടെ വരുന്നുണ്ട്. അപ്പൊ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഐദർ ഇൻ പേഴ്സൺ ആയിരിക്കാം, ഓർ ത്രൂ മാസ് മീഡിയ, ഐദർ ഇൻ ടെക്സ്റ്റ് ഓർ ത്രൂ മൾട്ടിമീഡിയ. അതാണ് പെർസ്വേഷൻ നമ്മൾ ഉദ്ദേശിക്കുക. സോ പെർസ്വേഷൻ റെഫേഴ്സ് ടു ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ബൈ സച്ച് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, ഐദർ ഇൻ പേഴ്സൺ ഓർ ത്രൂ മാസ് മീഡിയ. സോ ഇതില് പെർസ്വേഷനിൽ പറയുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഡ്യുവൽ പ്രോസസ് മോഡൽ ഓഫ് പെർസ്വേഷൻ ആണ്. അപ്പം അതിൽ ഇലാബറേറ്റ് ലൈക്ലിഹുഡ് മോഡലും അതുപോലെ ഹ്യൂറിസ്റ്റിക് സിസ്റ്റമിക് മോഡലും, ഈ 2 മോഡൽസ് ആണ് പറയുന്നത്. സോ എന്താണ് നമുക്ക് നോക്കാം, എന്താണ്
ഇലാബറേറ്റ് ലൈക്ലിഹുഡ് മോഡൽ ആൻഡ് എന്താണ് സിസ്റ്റമിക് ഹ്യൂറിസ്റ്റിക് സിസ്റ്റമിക് മോഡൽ എന്നുള്ളത്. സോ അതാണ് നമ്മൾ ഡ്യുവൽ പ്രോസസ് മോഡൽ ഓഫ് പെർസ്വേഷൻ എന്ന് പറയുന്നത്. സോ ഇലാബറേറ്റ് ലൈക്ലിഹുഡ് മോഡലിൽ നമ്മൾ പറയുന്നത് ഒരു പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷന്റെ അതിനെ നമ്മളൊരു സെൻട്രൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് റൂട്ടിലൂടെയാണ് നമ്മൾ ആ ഇൻഫർമേഷൻ കടത്തിവിടുന്നത്. അപ്പോൾ അവിടെ കണ്ടന്റിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എഫേർട്ട് ഇട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തുന്നത് എന്നുള്ളത്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പം ട്യൂഷൻ ഇരിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാണ് നെക്സ്റ്റ് ഇയർ ട്യൂഷൻ ഫീസ് കൂട്ടും എന്ന് നമ്മൾ പറയുമ്പോൾ നെക്സ്റ്റ് ഇയർ ട്യൂഷൻ വേണ്ട കുട്ടികൾ അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിന്റെ കണ്ടന്റ് ശ്രദ്ധിക്കുന്നു. അപ്പൊ അടുത്ത വർഷം ട്യൂഷൻ ഫീസ് കൂട്ടുമ്പോൾ ഇന്ന ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ ട്യൂഷൻ ഫീസിനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്തൊരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മളൊരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്നു. അപ്പം നമ്മൾ പേരൻസിന്റെ അടുത്ത് നമ്മൾ കൺവിൻസ് ചെയ്ത് പറയുന്നത് എങ്ങനെയാണ്, ഞാനും ഓർത്ത് എനിക്ക് ട്യൂഷൻ ഫീസ് കൂടുന്നതിന് താല്പര്യമില്ല, പക്ഷെ കൂട്ടി കഴിയുമ്പോൾ ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. സോ ആ ഒരു മെസ്സേജിന്റെ കണ്ടന്റിനാണ് നമ്മൾ അവിടെ കൂടുതലും പ്രാധാന്യം കൊടുത്തത്. അപ്പൊ സോ ഒരു എഫേർട്ട്ഫുൾ ടാസ്ക് ആണ് അവിടെ വന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡിന് ചേഞ്ച് ചെയ്യാനായിട്ട്. സോ അതാണ് നമ്മൾ ഇലാബറേഷൻ ലൈക്ലിഹുഡ് മോഡൽ എന്ന് പറയുന്നത്. അടുത്തത് ഹ്യൂറിസ്റ്റിക് സിസ്റ്റമാറ്റിക് മോഡൽ. സോ ഹ്യൂറിസ്റ്റിക് സിസ്റ്റമാറ്റിക് മോഡലിൽ പറയുന്നത് എന്താണ്, വെൻ ദ ടാർഗറ്റ് പേഴ്സൺ ഇസ് ലെസ് മോട്ടിവേറ്റഡ്, നമുക്ക് അതിനോടൊരു താല്പര്യം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ കേൾക്കുന്നത് നമ്മളൊരു ഈസി റൂട്ടിലൂടെയാണ് പോകുന്നത്. ആ ഒരു റൂട്ടാണ് നമ്മൾ പറയുന്നത് പെരിഫറൽ ഓർ ഹ്യൂറിസ്റ്റിക് റൂട്ടാണ് നമ്മൾ അവിടെ എടുക്കുക ദാൻ സെൻട്രൽ റൂട്ട്. മറ്റേതിന്റെ കേസ് നമ്മൾ സെൻട്രൽ റൂട്ടാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പെരിഫറൽ ഓർ ഹ്യൂറിസ്റ്റിക് റൂട്ടാണ് എടുക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഒരു ഡിബേറ്റ് നടക്കുക, ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് നമ്മൾ നടക്കുകയാണ്, അത് വളരെ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ചില എക്സ്റ്റേണൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടോ അല്ലെ അട്രാക്റ്റീവ്നെസ്സിനെ ബേസ് ചെയ്തിട്ടോ നമ്മൾ പെർസ്വേഡഡ് ആവുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക് സിസ്റ്റമാറ്റിക് മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആണ് അവിടെ നടക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ ഈ രണ്ടുപേര് ഉണ്ടെങ്കിൽ ഈ രണ്ടുപേരിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആരെയാണ്, കുറച്ചും കൂടി ഒരു വാമായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പ്ലീസിംഗ് ആയിട്ട് സംസാരിക്കുന്നത്, സൂതിങ് വോയിസ് ആർക്കാണ്, അവര് പറയുന്നതിനോട് നമ്മൾ കൂടുതലും ചായ്വ് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതാണ് ഒരു ഹ്യൂറിസ്റ്റിക് സിസ്റ്റമാറ്റിക് മോഡൽ നമ്മൾ പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മളുടെ ഏതൊരു പാത്തിലൂടെ നമ്മൾ പോകണം, പെർസ്വേസീവ് മെസ്സേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു പാത്ത് എടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളുടെ ചില ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ലൈക്ക് അവിടെ നമ്മളുടെ ശ്രദ്ധ ആവശ്യമുണ്ടോ, നീഡ് ഫോർ കോഗ്നീഷൻ, നീഡ് ഫോർ ക്ലോഷർ, ചില സമയത്ത് നമുക്ക് ഇതങ്ങ് തീർത്ത് വിടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ വരും. സോ ദാറ്റ് ഇസ് നീഡ് ഫോർ ക്ലോഷർ, ദ നീഡ് ടു ഇവാലുവേറ്റ് ആൻഡ് സെൽഫ് മോണിറ്ററിങ്. ഇതിനെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഏത് റൂട്ടിലൂടെ ആ ഒരു മെസ്സേജിനെ എടുക്കണം, അതിനെ എടുക്കണോ വേണ്ടേ, അതനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. സോ ദാറ്റ് ഇസ് ഡ്യുവൽ പ്രോസസ് മോഡൽസ് ഓഫ് പെർസ്വേഷൻ. ഇനി അടുത്തത് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ത്രൂ പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പെർസ്വേഷനിൽ കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്, എക്സ്റ്റേണൽ സോഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഈ സോഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒന്ന്, സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എവിടെ നിന്നാണ് ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്, അതൊരു ട്രസ്റ്റ് വർത്തി അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് നിന്നാണോ ആ ഒരു ഒപ്പീനിയൻ വന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സോ അതാണ് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ക്രെഡിബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിക്കേറ്റർ ആൻഡ് അട്രാക്റ്റീവ്നെസ് ഓഫ് ദ കമ്മ്യൂണിക്കേറ്റർ. ഇപ്പോൾ നമുക്കറിയാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹീറോയിൻ ആണ് ഒരു പെർട്ടിക്കുലർ ഷാമ്പു യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ആ ഒരു അട്രാക്ഷൻ അതിനോട് തോന്നുകയാണ് നമുക്ക്. അപ്പൊ ആ ഒരു ഷാമ്പുവിനോട് നമുക്കൊരു ഫേവറബിൾ ഒപ്പീനിയൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കണ്ടന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് അതിനകത്ത് പല രീതിയുണ്ട്. ചിലത് ഫിയർ അറൗസിങ് ആയിട്ടുള്ള അപ്പീൽ വരുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ. സോ ഇപ്പൊ ചിലത് നമുക്ക് തന്നെ വാട്സപ്പിൽ ചിലപ്പോൾ മെസ്സേജസ് ഒക്കെ കാണാം, ഇന്ന മെസ്സേജ് ഇത്ര പേർക്ക് അയച്ചു കഴിയുമ്പോൾ ഇന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവും, ഇത് അയച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദോഷം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള മെസ്സേജ്. സോ ദാറ്റ് ഇസ് പെർസ്വേസീവ് മെസ്സേജ്. സോ അതൊരു ഫിയർ അറൗസ് ചെയ്യുന്ന ഒരു മെസ്സേജ് ആണ്. സോ നമ്മൾക്ക് ഇതിനടുത്തും വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമ്മളത് ചെയ്തു പോകുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സിഗരറ്റ് ഇഷ്ടമാണെങ്കിൽ പോലും അതിനകത്തൊരു വാർണിംഗ് എഴുതിയിട്ടുണ്ട്. സോ അതൊരു ഫിയർ അറൗസിങ് ആയിട്ടുള്ള ഒരു അപ്പീലാണ് അവിടെ തരുന്നത്. അതുപോലെ ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്ന സിമ്പിൾസ് ഒക്കെ. അപ്പൊ ഇതെല്ലാം നമുക്കൊരു ഫിയർ അവിടെ തരുന്നുണ്ട്. ആ ഫിയറിന് അനുസരിച്ചിട്ട് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് കണ്ടന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ.
അതിൽ വരുന്നത് ഒന്ന് ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ എത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ പോകുന്നത്, അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ്സ് പ്രോസ് ആൻഡ് കോൺസ് രണ്ടും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫിയർ അറോസിങ് അപ്പീൽ, ദെൻ ഓർഗനൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്തൊരു ഗുഡ് ഫീലിങ്സ്. എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് മൂഡിലായിരിക്കണമെങ്കിൽ കുറച്ചൊരു പെരിഫറൽ റൂട്ട് വഴിയായിരിക്കും നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പെർസുവേഷൻ വരിക. അവിടെ നമ്മൾ കണ്ടന്റിനെ നമ്മൾ കുറച്ചും കൂടി ഒരു കണ്ടന്റിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. സോ ദാറ്റ് ഇസ് കണ്ടന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്കൊരു റിലയബിൾ സോഴ്സ് നിന്നാണോ വരുന്നത് ആ ഇൻഫർമേഷൻ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ കൂടുതൽ പെർസ്പെക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ദാൻ മാസ് മീഡിയ ഇൻ പ്രൊഡ്യൂസിങ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. സോ ദാറ്റ് ഇസ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫൈനലി വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓഡിയൻസ്. നമ്മളുടെ ഓഡിയൻസ് ആരാണ് അതിനനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പം വളരെ ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആൾ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആൾ, അതുപോലെ ഒരു ബൈ നേച്ചർ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, സോ ഇൻക്രീസ് ഇൻ ഏജ് അത് വേറൊരു കാര്യം. ഇപ്പം ഏജ് കൂടുന്തോറും നമുക്കൊരു റിജിഡിറ്റി അല്ലെങ്കിൽ കൺസർവേറ്റിസം വരാനുള്ള ചാൻസസ് വരും. അപ്പം അങ്ങനെയുള്ള ഇടത്തും നമ്മളുടെ ഒരു പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷന്റെ പോസിബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പൊ ഒന്ന് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, രണ്ട് കണ്ടന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിൽ ഫിയർ അറോസിങ് അപ്പീൽ, ദെൻ ഓർഗനൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഗുഡ് ഫീലിങ്സ്, അടുത്തത് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഫൈനലി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓഡിയൻസ്. അടുത്തത് റെസിസ്റ്റൻസ് ടു പെർസ്വേഷൻ. എങ്ങനെയാണ് നമുക്ക് പെർസ്വേഷനിൽ നിന്ന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ മറ്റുള്ളവർ നമ്മളെ വീഴ്ത്താൻ ശ്രമിക്കുക എന്ന് പറയുന്ന പോലെ. സോ അപ്പൊ എങ്ങനെയാണ് അതിനകത്ത് നമ്മൾ പെട്ടുപോകാതിരിക്കുക, അല്ല അത്തരത്തിലുള്ള ഒരു പെർസ്വേഷനിലേക്ക് നമ്മൾ വഴുതി വീഴാതിരിക്കാനുള്ള ഒരു ചാൻസസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. ഒന്ന് റിയാക്റ്റൻസ്. സോ നമ്മൾക്ക് ഒരു പേഴ്സണൽ ഫ്രീഡം ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഒരു പേഴ്സണൽ ഫ്രീഡം ഉണ്ട്. അപ്പൊ ആ ഒരു പേഴ്സണൽ ഫ്രീഡം വെച്ചിട്ട് അതിലേക്ക് ഒരാൾ ഒരു പ്രഷർ തരുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു അനോയൻസ്, നമുക്ക് അവിടെ ഒരു ശല്യം എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ വരുന്ന അറ്റംപ്റ്റ്സിനെ എല്ലാം തന്നെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ ചാർലിയുടെ ഒരു എക്സാമ്പിൾ പറയാം. ചാർലിയും ചാർലിയുടെ മദറും. അപ്പൊ ചാർലിയുടെ അമ്മയ്ക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഷൂ ആണ് ഇടാനായിട്ട് ഇഷ്ടം, ചാർലി ഇടാൻ ഇഷ്ടം. അപ്പൊ ചാർലി എന്ത് ചെയ്യും? അമ്മയ്ക്ക് ഇതാണ് ഇഷ്ടം, അമ്മ ഇത് ഫോഴ്സ് ആണ് അവിടെ കാണിക്കുന്നത്. സോ അതിലേക്ക് പോവുകയാണ്. അപ്പം അമ്മ എത്രത്തോളം ഫോഴ്സ് ചെയ്യുന്നു അത്രത്തോളം ചാർലിക്ക് അതൊരു ശല്യമായിട്ടും ചാർലി അപ്പം സ്വന്തം ചോയ്സിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു റിയാക്ഷൻ ആണ് അവിടെ കാണിക്കുന്നത്. അടുത്തത് ഫോർ വാണിംഗ്. നമുക്കറിയാം ഇന്ന ഇഷ്യൂസ് വരും, അപ്പൊ ഇന്ന രീതിയിൽ അവിടെ ഒരു പെർസ്വേഷന്റെ പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ടിവിയിലൊക്കെ നമ്മൾ ഇപ്പൊ പരസ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ പരസ്യം വരുന്ന സമയത്ത് നമ്മൾ ചാനൽ മാറ്റുന്നു. അപ്പം അവിടെ അങ്ങനെ ഒരു പോസിബിലിറ്റി വരുന്നത് നമുക്ക് അറിയാം. അപ്പൊ അതനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് ചെയ്യുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നാപ്റ്റോളിലൊക്കെ ആഡ് വരുമ്പോൾ നമുക്ക് അറിയാം ആ ആഡ് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ വസ്ത്രമുണ്ട് എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്കുണ്ട്. സോ അതനുസരിച്ച് നമുക്ക് ആ ഒരു ഫോർവാർഡിങ് ഉള്ളതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് സെലക്റ്റീവ് എക്സ്പോഷർ. നമുക്കറിയാം എന്താണ് നമ്മൾക്ക് വേണ്ടത്, നമ്മളുടെ ഒരു എക്സിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്കറിയാം. അപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നു. അല്ലാത്ത ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ അല്ലെങ്കിൽ അല്ലാത്ത ഇൻഫർമേഷൻസ് നമ്മൾ പയ്യെ നമ്മൾ മാറ്റി വെക്കുന്നു. സോ ദാറ്റ് ഈസ് സെലക്റ്റീവ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇപ്പൊ TV ചാനലൊക്കെ വരുമ്പോൾ നമ്മൾ ചാനൽ ചേഞ്ച് ചെയ്യുന്നത്, കൊമേഴ്സ്യൽ ബ്രേക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചാനൽ മാറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പെർസ്വേസീവ് അറ്റംപ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ലാസ്റ്റ് ഇസ് കൗണ്ടർ ആർഗ്യുമെന്റ്. കൗണ്ടർ ആർഗ്യുമെന്റിൽ പെർസ്വേസീവ് മെസ്സേജ് വരുമ്പോൾ നമ്മുടെ ഒരു സസെപ്റ്റബിലിറ്റി ടു ദ പെർസ്വേഷൻ നമ്മൾ വീക്കൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുക. സോ വെൻ വി ആക്റ്റീവ്ലി ആർഗ്യൂ എഗെയിൻസ്റ്റ് ദ പെർസ്വേസീവ് മെസ്സേജ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ടു അവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നതിനോട് നമ്മൾ ആർഗ്യൂ ചെയ്യാണ് ചെയ്യുക. സോ അവിടെ ഒരു ആർഗ്യുമെന്റ് വരുമ്പോൾ അതിനോട് കൗണ്ടർ ആർഗ്യൂ ചെയ്ത് നമ്മളുടെ ഒരു എക്സിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡിനെ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് കൗണ്ടർ ആർഗ്യുമെന്റ്സ്. ഓക്കെ, സോ അപ്പൊ 3 കാര്യങ്ങളാണ്: റിയാക്റ്റൻസ്, ഫോർവാർണിംഗ്, സെലക്റ്റീവ് എക്സ്പോഷർ ആൻഡ് കൗണ്ടർ ആർഗ്യുമെന്റ്സ്.
അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. നമുക്കറിയാം എപ്പോഴും നമ്മൾ ആറ്റിറ്റ്യൂഡിന് ബിഹേവിയറിന്റെ ഒരു റീസൺ നമുക്ക് ഒരു പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ആറ്റിറ്റ്യൂഡ്സ് എപ്പോഴും ബിഹേവിയറിനെ പ്രഡിക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും ചില ഫാക്ടേഴ്സ് ഉണ്ട് ആ ഒരു പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അതിനോട് ഒരു ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വരുന്ന ആറ്റിറ്റ്യൂഡ് സ്പെസിഫിസിറ്റിയാണ്. Specificity എന്ന് പറയുമ്പോൾ our general attitudes fail to predict our specific behaviors. Despite of being prejudiced and having negative attitude towards a particular community, നമുക്കറിയാം ഒരു സ്പെസിഫിസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചുണ്ടോ എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ വ്യക്തിക്ക് അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താ. അപ്പൊ സ്പെസിഫിക് ലെവലിൽ നമുക്ക് അറിയാൻ പറ്റുന്നതിനാണ് ആറ്റിറ്റ്യൂഡ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. ദെൻ ആറ്റിറ്റ്യൂഡ് ആക്സസിബിലിറ്റി. ഇപ്പം സിഗരറ്റ് സ്മോക്കേഴ്സിന്റെ ഇടയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അതാണ് ഒരു റീസൺ ഫോർ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു സ്മോക്കിംഗ് ബിഹേവിയർ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ്. അപ്പൊ എത്രത്തോളം നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. അടുത്തത് സെൽഫ് അവെയർനെസ്. നമുക്ക് എത്രത്തോളം അവെയർനെസ് ഉണ്ട്. സോ അതിനകത്ത് പബ്ലിക് സെൽഫ് അവെയർനെസ്സും വരുന്നുണ്ട്, പ്രൈവറ്റ് സെൽഫ് അവെയർനെസ്സും വരുന്നുണ്ട്. ഇപ്പം ഒരു പ്രൈവറ്റ് സെൽഫ് അവെയർനെസ് വരുന്നയാള് ഒരു സ്വച്ഛ് ഭാരതിനെ പറ്റിയിട്ടുള്ള ഒരു അവെയർനെസ് ഉണ്ട്, നമുക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ലിറ്റർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇപ്പൊ പബ്ലിക് സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രണ്ട്സ് എന്താ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്യുന്നു. സോ അവിടെ ചിലപ്പോൾ ഒരു പെരിഫറൽ ലെവലിലായിരിക്കും ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ നമ്മളുടെ ഒരു സെൽഫ് അവെയർനെസ് അത്രയും ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ ദാറ്റ് ഇസ് സെൽഫ് അവെയർനെസ്. ദെൻ ആറ്റിറ്റ്യൂഡ് സെർട്ടനിറ്റി. ആറ്റിറ്റ്യൂഡ് സെർട്ടനിറ്റിയിൽ ആറ്റിറ്റ്യൂഡ് എത്രത്തോളം നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, എത്രത്തോളം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റി ക്ലാരിറ്റി ഉണ്ട്, എത്രത്തോളം നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ വിലയിരുത്തിയിട്ടാണ് നമ്മൾ ബിഹേവിയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ എക്സ്പെർട്ട് ഒപ്പീനിയൻ എങ്ങനെയാണ്, പിയർ സപ്പോർട്ട് ഉണ്ടോ, നമ്മളുടെ തന്നെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഒരു ക്ലാരിറ്റി ഉള്ളതാണെന്നും എത്രത്തോളം കറക്റ്റ് ആണെന്നും നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് നമ്മളുടെ ബിഹേവിയേഴ്സും വരാം. ഓക്കെ, ദെൻ ആറ്റിറ്റ്യൂഡ് സ്ട്രെങ്ത്. ആറ്റിറ്റ്യൂഡ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിനുള്ള ഒരു സ്ട്രെങ്ത്, അപ്പൊ ഈ സ്ട്രെങ്ത് നമ്മളുടെ ഒരു ബിഹേവിയേഴ്സിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സോ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റീസൈക്ലിംഗ്. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണ് ടുവേർഡ്സ് റീസൈക്ലിംഗ് ഉള്ളതെങ്കിൽ റീസൈക്ലിംഗ് പ്രോഗ്രാംസിൽ നമ്മൾ എപ്പോഴും ഇൻവോൾവ് ആയിരിക്കും. അതുപോലെ ഒരു വോട്ടിംഗ് ബിഹേവിയർ. നമുക്ക് ഒരു വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയോടാണോ അല്ലെങ്കിൽ ഏതൊരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനോടാണ് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളത്, അതനുസരിച്ച് നമ്മളൊരു വോട്ടിംഗ് ബിഹേവിയർ നമുക്ക് അവിടെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയാണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയറിന്റെ ഒരു റിലേഷൻഷിപ്പ് പറയുക. ഒന്ന് ആറ്റിറ്റ്യൂഡ് സ്പെസിഫിസിറ്റിയിലൂടെ, ദെൻ ആറ്റിറ്റ്യൂഡ് ആക്സസിബിലിറ്റിയിലൂടെ, then self-awareness, attitude certainty, and finally attitude strength. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഇവിടെ വരുന്നത്. അടുത്തത് സ്റ്റീരിയോടൈപ്പ്, പ്രെജുഡിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഈ 3 ഫാക്ടേഴ്സ് ആണ്. സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു ബിലീഫ്, നമ്മളൊരു വിശ്വാസമാണ് ഈ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പുകാർ ഈ രീതിയിലാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ധാരണയാണ്. സോ അതാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് അവിടെ നമ്മുടെ ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു ബിലീഫാണ് സ്റ്റീരിയോടൈപ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാണ്, ഇപ്പൊ ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വാം ആൻഡ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ മെയിൽസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോമ്പീറ്റന്റ് അതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആയിരിക്കും അല്ലെങ്കിൽ ആളുകളാണ് പൊതുവെ എന്ന് നമ്മൾ പറയുന്നു. ഇതിൽ എക്സെപ്ഷൻസ് വരാം, പക്ഷെ ജനറലി നമ്മളുടെ ബിലീഫ് എന്താണ് എന്നുള്ളതാണ് സ്റ്റീരിയോ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബോയ്സ് കൂടുതലും കാണുന്നത് നമ്മൾ സയൻസ് സബ്ജക്ട്സിലായിരിക്കും. അതുപോലെ ഗേൾസ് കൂടുതലും മിടുക്കരായിട്ട് നമ്മൾ കാണുന്നത് ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിലായിരിക്കും. അടുത്തത് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാപ്പാട് ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട്. നമ്മളുടെ ഒരു ധാരണ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, നമ്മുടെ ഒരു അറിവ് എങ്ങനെയാണ്, അതനുസരിച്ച് അതുപോലെ നമുക്ക് ഇതുവരെ കിട്ടിയ നമ്മുടെ സോഷ്യൽ ഇൻഫർമേഷൻ എന്താണ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റീരിയോടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സോ അതുപോലെ ഈ സ്റ്റീരിയോടൈപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിലീഫ്സ് വെച്ചിട്ട് നമുക്ക് ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയോടെ എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഷോർട്ട് കട്ട്സും ആ ഒരു ഇൻഫർമേഷനും നമുക്ക് ഈ സ്റ്റീരിയോടൈപ്സിലൂടെ കിട്ടുന്നു.
ദെൻ ഈ സ്റ്റീരിയോടൈപ്പിനനുസരിച്ച് നമുക്കൊരു പ്രെജുഡിസ് വരും. സോ അതൊരു പ്രെജുഡിസ് എന്ന് പറയുമ്പോൾ അതിനൊരു മുൻവിധിയാണ്. അത് പൊതുവേ നമ്മൾ പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ലെവലിലാണ് നമ്മൾ പറയാം പ്രെജുഡിസ് എന്ന് പറയുമ്പോൾ. എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പിനോട് ഒരു താല്പര്യക്കുറവാണ്. അപ്പൊ ആ താല്പര്യക്കുറവ് എന്ന് പറയുമ്പോൾ സോ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസ്ഡ് നമ്മുടെ ആ ഒരു സ്റ്റീരിയോടൈപ്പിക്കൽ തിങ്കിങ്ങിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു പ്രെജുഡിസ്ഡ് തോട്ട് വരുന്നത്. സോ അതൊരു ഫീലിംഗ് ആണ്, ഒരു എഫക്റ്റീവ് കമ്പോണന്റ് ആണ് പ്രെജുഡിസിൽ എപ്പോഴും വരിക. So thus a person prejudiced towards a particular social group expresses negative emotions for the members of that particular group. So അപ്പോൾ ഒരു ആന്റിപ്പതി ബേസ്ഡ് അപ്പോൺ എ ഫോൾട്ടി ആൻഡ് ഇൻഫ്ലെക്സിബിൾ ജനറലൈസേഷൻ, അതാണ് നമ്മൾ പ്രെജുഡിസ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതൊരു ഫോൾട്ടി എപ്പോഴും ലെവലിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക. പക്ഷെ നമ്മൾക്ക് അതിൽ നിന്ന് വിട്ടു പോരാനും ബുദ്ധിമുട്ടാണ് കാണിക്കുക. സോ ഒരു ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ജനറലൈസേഷൻ ആണ്. ആ ഗ്രൂപ്പാണോ അവരെ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, അതിനകത്ത് മാറ്റം ഇല്ല, അതിനകത്ത് എക്സെപ്ഷൻസ് വന്നു കഴിഞ്ഞാലും അത് 1 or 2 എന്ന് പറഞ്ഞ് നമ്മളുടെ ആ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറുന്ന ഒരു ലക്ഷണം കാണില്ല പ്രെജുഡിസിന്റെ കേസിൽ. സോ പ്രെജുഡിസ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫീലിംഗ് primarily negative towards a person exclusively on the basis that the person is a member ആ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പിലാണ് എന്നുള്ളൊരു കാര്യം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുൻവിധി പറയുന്നത്. So prejudice is further referred to as an implicit or covert association between a person's being member of a particular social group and the evaluative emotional response a prejudiced person expresses towards that person. സോ പ്രെജുഡിസിന്റെയും സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് വരുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് ഇതേ ലെവലിൽ തന്നെയാണ് നമ്മുടെ പ്രെജുഡിസും ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതാണ് ഒരു കാര്യം. അപ്പൊ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രെജുഡിസിൽ തന്നെ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സോഴ്സ് ഓഫ് പ്രെജുഡിസിൽ പിന്നെ പറയുന്നത് കോമ്പറ്റീഷൻ ഓഫ് റിസോഴ്സസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കുറവ്, അപ്പൊ അങ്ങനെ വരുമ്പം ഇത് തട്ടിയെടുക്കാൻ വരുന്ന ഗ്രൂപ്പാണ് അതർ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അത്തരത്തിൽ ആണ് നമ്മുടെ ഒരു പ്രെജുഡിസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ എനിമി ആണ്, മറ്റേ ഗ്രൂപ്പിനെ എനിമി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ് ഇസ് കോമ്പറ്റീഷൻ ഓഫ് റിസോഴ്സസ്. ദെൻ സോഷ്യൽ കാറ്റഗറൈസേഷൻ ഓഫ് പ്രെജുഡിസ്. സോ പ്രെജുഡിസിൽ എപ്പോഴും ഒരു സോഷ്യൽ കാറ്റഗറൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഇസ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് എപ്പോഴും ഒരു ഫേവറബിൾ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേയിൽ നമ്മൾ അവരെ പെർസീവ് ചെയ്യുന്നു. അതുപോലെ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ഒരു നെഗറ്റീവ് ലെവലിലാണ് കാണുന്നത്. സോ ദാറ്റ് ഇസ് സോഷ്യൽ കാറ്റഗറൈസേഷൻ ആൻഡ് പ്രെജുഡിസ്. അടുത്തത് ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷനിൽ പറയുന്നത് എന്താണ്, നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രെജുഡിസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ലെവലാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഒരു ബിഹേവിയറിൽ നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ. സോ ഡിസ്ക്രിമിനേഷനിൽ എന്താണ്, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനോട് ഒരു റിലക്റ്റൻസ്, നമുക്ക് അവരെ സഹായിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫേവർ നമ്മൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിക്കുകയാണ്, പക്ഷെ അതൊരു പ്രോപ്പർ ലെവലിലാവുന്നില്ല. സോ ദാറ്റ് ഇസ് ടോക്കണിസം. ദെൻ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ, അവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പിന്നീട് നമ്മൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഹാമും നമുക്ക് കാണാൻ സാധിക്കും. സോ ദാറ്റ് ഇസ് റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ. സോ എങ്ങനെയാണ് നമുക്ക് ഈ വഴി, അപ്പൊ നമുക്ക് ലോജിക്കൽ ലെവലിൽ നമ്മൾ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഒരു കാര്യം. ദെൻ അതുപോലെ ഇന്റർ ഗ്രൂപ്പ് കോണ്ടാക്ട്, മറ്റു ഗ്രൂപ്പുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ദെൻ റീകാറ്റഗറൈസേഷൻ, നമ്മൾ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറൈസേഷനിൽ മാറ്റങ്ങൾ വരുത്തുക. ഇത് ഈ പ്രെജുഡിസിൽ നിന്ന് നമ്മളൊരു ഗിൽറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. അതുപോലെ സ്റ്റീരിയോ ടൈപ്സുമായിട്ടുള്ള നമ്മളൊരു ഓട്ടോമാറ്റിക് തോട്ട് നമ്മൾ അവിടെ ഒഴിവാക്കാനാണ് ചെയ്യേണ്ടത്. ദെൻ അടുത്തത് സോഷ്യൽ ഡിസ്റ്റൻസ്. നമുക്ക് താല്പര്യമില്ലാത്തവരെ നമ്മൾ മാറ്റി നിർത്തുന്നതിനാണ് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് മെഷർമെന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ ആറ്റിറ്റ്യൂഡ് നമുക്ക് പല രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം. ഒന്ന് തേഴ്സ്റ്റിന്റെ സ്കെയിലാണ് പറയുന്നത്, 2 ലൈക്കേർഡിന്റെ സ്കെയിലാണ് പറയുന്നത്, 3 ഗട്ട്മാന്റെ സ്കെയിലാണ് നമ്മൾ പറയുന്നത്. സോ ഇത് 3 നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാനുള്ള സ്കെയിൽസ് ആയിട്ട് മനസ്സിലാക്കുന്നത്. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടും അതുപോലെ ദെൻ പ്രെജുഡിസിനെ കുറിച്ചിട്ടും സ്റ്റീരിയോ ടൈപ്പിനെ പറ്റിയിട്ടും ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടുമാണ് നടത്തിയത്. ഓക്കെ, നന്ദി, നമസ്കാരം.